ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. കെമിസ്ട്രി വിഭാഗത്തിലെ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇത് 2018 LGS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡൊബൈ റെയ്നർ ആണ്. ഡൊബൈ റെയ്നർ. അപ്പോ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീഫ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീഫ് ആണ്. ലോ ഓഫ് ഒക്ടേവ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് JAR ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് ആണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോ മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർ മേയർ ആണ്. ഓർത്തിരിക്കുക, അറ്റോമിക വ്യാപ്തം, അറ്റോമിക് വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ലോതർ മേയർ ആണ്. ക്രമാവർത്തന നിയമം അതായത് പീരിയോഡിക് ലോ ആവിഷ്കരിച്ചതും മെൻഡലീഫ് ആണ്. ക്രമാവർത്തന നിയമം അഥവാ പീരിയോഡിക് ലോ ആവിഷ്കരിച്ചത് മെൻഡലീഫ് ആണ്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇരുമ്പിന്റെ അയിര് ഏത്? ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിര്. അപ്പോൾ ഓപ്ഷൻ ബി ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ക്രയോലൈറ്റ് എന്നിവ, ക്രയോലൈറ്റും കൂടി അലുമിനിയത്തിന്റെ അയിരാണ്. ഇനി ഇൽമനൈറ്റും റൂട്ടൈലും ടൈറ്റാനിയത്തിന്റെ അയിരുകളാണ്. ഇൽമനൈറ്റും റൂട്ടൈലും ടൈറ്റാനിയത്തിന്റെ അയിരുകളാണ്. മോണോസൈറ്റ് എന്തിന്റെ അയിരാണ്? മോണോസൈറ്റ് തോറിയത്തിന്റെ അയിരാണ്. മോണോസൈറ്റ് തോറിയത്തിന്റെ അയിരാണ്. ഇരുമ്പിന്റെ അയിരുകളാണ് മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, ഹേമറ്റൈറ്റ് എന്നിവ. ഇരുമ്പിന്റെ അയിരുകളാണ് മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, ഹേമറ്റൈറ്റ് മുതലായവ. ആന്റിമണിയുടെ അയിരാണ് സ്റ്റിബ്നൈറ്റ്. ആന്റിമണിയുടെ അയിരാണ് സ്റ്റിബ്നൈറ്റ്. നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും കൂടി ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ഗ്രേഡ് കമ്പനി കോർപ്പറേഷൻ 2017 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസത്തിന്റെ ആരോഹണ ക്രമത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്, നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. ഓർത്തിരിക്കുക, അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. അടുത്ത ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിൽ S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി എന്തു പറയുന്നു? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്ന പേര്. അപ്പോൾ 1, 2, 13 മുതൽ 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. അത് ഏതൊക്കെ ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? S and P ബ്ലോക്ക്. ഏതൊക്കെയാണ്? 1, 2, 13 മുതൽ 18 ഗ്രൂപ്പുകളാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അഥവാ പ്രാതിനിധ്യ മൂലകങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇവ D ബ്ലോക്ക് എലമെന്റ്സ് ആണ്. 3 മുതൽ 12 വരെ. 57 മുതൽ 70 വരെ അറ്റോമിക നമ്പർ ഉള്ള മൂലകങ്ങൾ ലാന്തനൈഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 57 മുതൽ 70 വരെയുള്ള മൂലകങ്ങൾ
ലാന്തനൈഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പീരിയോഡിക് ടേബിളിന്റെ താഴെയായിട്ട് എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. 89 മുതൽ 102 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ ആക്ടിനൈഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 89 മുതൽ 102 വരെ ഇവയും എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഹാലോജൻ കുടുംബം, ഹാലോജൻ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളാണ് ആവർത്തന പട്ടികയിലുള്ളത്. അതിൽ 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 2ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 13ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം, 14ാം ഗ്രൂപ്പ് കാർബൺ കുടുംബം, 15ാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം, 16ാം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം, 17ാം ഗ്രൂപ്പ് ഏതാണ്? ഹാലോജൻ കുടുംബം, 18ാം ഗ്രൂപ്പ് അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ട വാതകങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏത്? ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂറ്റീരിയം. അപ്പോൾ ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? പ്രോട്ടിയം ആണ്. അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 1H1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂറ്റീരിയം. ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പും ഡ്യൂറ്റീരിയമാണ്. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പും ഡ്യൂറ്റീരിയമാണ്. അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 1H2. 2 ന്യൂട്രോണുകൾ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ട്രിഷ്യം. 1H3 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നതാണ് ഇറിഡിയം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇറിഡിയം ആണ്. ഈ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? നീൽസ് ബോർ ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് ഷെല്ലുകൾ അഥവാ ഓർബിറ്റുകൾ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? നീൽസ് ബോർ ആണ് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഒരു ആറ്റത്തിന് N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? N ഷെല്ലിൽ പരമാവധി 32 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് KLMN എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n². n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്. ആദ്യത്തെ ഷെല്ലാണെങ്കിൽ n-ന്റെ നമ്പർ 1 ആയിരിക്കും. രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ n-ന്റെ നമ്പർ 2 ആയിരിക്കും. 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4. അപ്പോൾ മൊത്തം KLMN എന്നാണ് ഷെല്ലുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ഷെല്ലിലെയും പരമാവധി ഇലക്ട്രോണുകൾ Kയിൽ 2 എണ്ണം ഉൾക്കൊള്ളാൻ സാധിക്കും, Lൽ 8 എണ്ണം, Mൽ 18 എണ്ണം, Nൽ 32 എണ്ണം. ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന ഊർജ മേഖലകൾ അറിയപ്പെടുന്ന പേരാണ് സബ്ഷെല്ലുകൾ. സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? SPDF ആണ് സബ്ഷെല്ലുകൾ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത പാതയിലൂടെ
ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം. ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ജോൺ സ്റ്റോണിയാണ്. ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ആരാണ്? ജോൺ സ്റ്റോണി. സബ്ഷെല്ലുകൾ SPDF, നേരത്തെ പറഞ്ഞു SPDF എന്ന് പറയുന്നത് ഊർജ മേഖലകൾ അഥവാ സബ്ഷെല്ലുകളാണ്. SPDF സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? എസില് 2 എണ്ണം, പിയില് 6 എണ്ണം, 4 എണ്ണം ഇതാണ് കൂടി പോകുന്നത്. എസില് 2 എണ്ണം, പിയില് 6 എണ്ണം, ഡിയില് 10 എണ്ണം, എഫില് 14 ഇലക്ട്രോൺസ് വരെ പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉത്തരം എന്താ? ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ. അടുത്ത ചോദ്യം, പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലോജൻ ഏതാണ്? അസ്റ്റാറ്റിൻ ആണ് പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലോജൻ. ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജൻ ആണ് ബ്രോമിൻ. ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജൻ ആണ് ബ്രോമിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ആണ് അസ്റ്റാറ്റിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ആണ് അസ്റ്റാറ്റിൻ. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകമാണ് അയഡിൻ. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകമാണ് അയഡിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ആണ് ഫ്ലൂറിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഏതാണ്? ഫ്ലൂറിൻ ആണ്. 0.08% ആണ് ഫ്ലൂറിന്റെ കണ്ടന്റ്. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ക്ലോറിൻ. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ക്ലോറിൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കെമിസ്ട്രി മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും. അപ്പോൾ തുടർന്നുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്